അയൽ ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ എറണാകുളം ജില്ലയിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നിന്നും കോഴി, താറാവ്, മുട്ട എന്നിവ എറണാകുളത്തേക്ക് എത്തിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. പോലീസ് സെയിൽ ടാക്സ് പരിശോധനകൾ കർശനമാക്കാനും കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ മുന്നൊരുക്ക യോഗത്തിൽ തീരുമാനമായി. ജില്ലയിൽ 7 കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ചെല്ലാനമടക്കമുള്ള ചുരുങ്ങിയ മേഖലകളിലാണ് താറാവ് കൃഷി വ്യാപകമായിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയുമായി ഏറെ ബന്ധമുള്ള ഈ സ്ഥലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ റോഡ്, ജലഗതാഗത വഴികളിൽ പോലീസിന്റെയും വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരുടെയും പരിശോധന കർശനമാക്കും. ദേശാടനക്കിളികൾ എത്താനിടയുള്ള മംഗളവനം, തട്ടേക്കാട് പക്ഷി സങ്കേതങ്ങളിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. എല്ലാ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരുമായിട്ട് ഒരു ചർച്ചയും അവർക്കുമായിട്ടുള്ള ഇൻസ്ട്രക്ഷനും കൊടുത്തിരുന്നു. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരെ അങ്ങനെ ഒരു പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ ആശങ്ക ഒന്നും വേണ്ട. പക്ഷേ തൊട്ടടുത്ത ജില്ലയിൽ അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ മീറ്റിംഗും നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുള്ളത്. ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ദ്രുതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ കോഴി, താറാവ് ഫാമുകളിൽ പ്രത്യേക പരിശോധന നടത്തും. റിപ്പോർട്ടർ, കൊച്ചി.